അപ്പോൾ ഈ ലെക്ചറിൽ ക്വാണ്ടം മെക്കാനിക്സ് 4 ആണ്. നമ്മൾ ഹീറ്റ് കപ്പാസിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. So the heat capacity is the ratio of heat absorbed by a material to the temperature change. അപ്പോൾ heat absorbed by a material to the temperature change എന്ന ആ റേഷ്യോയാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. എന്തുമാത്രം amount of heat absorb ചെയ്തു മെറ്റീരിയൽ to the temperature change. That is the heat capacity. It is usually expressed as calories per degree in terms of the actual amount of material being considered. That is the mole. So calories per degree per മോളിലാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി സാധാരണ പറയാറ്. അതുപോലെ ഹീറ്റ് കപ്പാസിറ്റീസ് ഇൻ കാലറീസ് പെർ ഗ്രാം ഇസ് കോൾഡ് ദ സ്പെസിഫിക് ഹീറ്റ്. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റീസ് നമ്മൾ കാലറീസ് പെർ ഗ്രാമിൽ ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. ഹീറ്റ് കപ്പാസിറ്റി ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി നീഡഡ് ടു ഹീറ്റ് എ സബ്സ്റ്റൻസ് ബൈ 1 കെൽവിൻ. അപ്പോൾ ഒരു സബ്സ്റ്റൻസിനെ 1 കെൽവിൻ ഡിഗ്രി റൈസ് ചെയ്യാൻ എടുക്കുന്ന എമൗണ്ട് ഓഫ് എനർജിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. It's also called as a derivative of energy with respect to temperature. That means the derivative of internal energy with respect to temperature. du by dt എന്ന് നമുക്ക് എടുക്കാം. അതിന് ആ ഡെറിവേറ്റീവിനെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. That is the specific heat capacity at constant volume actually. Because specific heat capacity at constant pressure is the derivative of enthalpy with respect to temperature. അതായത് dh by dt ആണ് constant specific heat capacity at constant pressure എന്ന് പറയുന്നത്. That is Cp. Cp is equal to dh by dt. So here we take the specific heat capacity at constant volume, that is Cv. Cv is equal to dE by dt, where E is the internal energy U എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റിയെ പറ്റി തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുള്ളത്. അതിൻ്റെ ബേസിക് ഡെഫിനേഷനാണ് പറയുന്നത്. അതിൽ ഹീറ്റ് കപ്പാസിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് കലോറിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ലാവോഷ്യറിൻ്റെ ആദ്യകാല കലോറിമീറ്ററിൻ്റെ പടമാണ് ഞാനിവിടെ റൈറ്റിൽ കാണിച്ചിട്ടുള്ളത്. That's an old image of Lavoisier's calorimeter that is used to measure the heat capacity of a material. So next is the general theories that are associated with the specific heat and heat capacity. Heat capacity ആയിട്ട് ബന്ധപ്പെടുന്ന ജനറൽ തിയറീസിനെ പറ്റിയാണ് അടുത്ത സ്ലൈഡിൽ നമ്മൾ പറയുന്നത്. So there are two theories actually. One is the thermodynamical point of view and other is the classical statistical mechanics or kinetic theory, that based point of view. So there are two point of views. So first we have to go to the third law of thermodynamics, which says as the temperature tends to 0 Kelvin, the magnitude of entropy change in any reversible process tends to 0. So that is the Ernst postulate. Then Planck refined it as the temperature tends to 0, the entropy of all states tend to remain the same or tend to the constant value. That is the third law of thermodynamics. അതായത് ടെമ്പറേച്ചർ 0 കെൽവിനിലേക്ക് പോകുന്ന സമയത്ത് എന്തുണ്ടാവും, മാഗ്നിറ്റ്യൂഡ് ഓഫ് എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്ന ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ എൻട്രോപ്പി ചേഞ്ചിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 10 to 0. അപ്പോൾ എൻട്രോപ്പി ചേഞ്ച് അതായത് ഡെൽറ്റ എസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ഡെൽറ്റ എസ് എന്ന് പറയുന്നത് 0യിലേക്ക് പോകും എന്നുള്ളതാണ്. ഡെൽറ്റ എസ് ടെൻസ് ടു 0 ആസ് ടെമ്പറേച്ചർ ടെൻസ് ടു 0 കെൽവിൻ. അപ്പോൾ അതിനെ തന്നെയാണ് പ്ലാങ്ക് ഒന്നുകൂടെ റിഫൈൻ ചെയ്ത് പറഞ്ഞത്. വെൻ ടെമ്പറേച്ചർ ടെൻസ് ടു 0, ദ എൻട്രോപ്പി ഓഫ് ഓൾ സ്റ്റേറ്റ്സ് എന്ന് അങ്ങനെ ആയിരിക്കും, എല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കും. എൻട്രോപ്പി വിൽ റിമെയിൻ കോൺസ്റ്റൻറ്റ് ഓർ ടെൻഡ് ടു റിമെയിൻ ദ സെയിം. അപ്പോൾ അതിനെ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു പ്ലാങ്ക്, നോട്ട് ജസ്റ്റ് the changes in specific heats vanished at absolute 0, but the specific heats themselves vanished at absolute 0. അതായത് ചേഞ്ച് ഇൻ സ്പെസിഫിക് ഹീറ്റ് മാത്രമല്ല 0 കെൽവിനിലേക്ക് പോകുമ്പോൾ വാനിഷ് ചെയ്യുക, പക്ഷേ സ്പെസിഫിക് ഹീറ്റ് അങ്ങനെ തന്നെ അല്ലേ, ആസ് സച്ച് അങ്ങനെ വാനിഷ് ചെയ്യും when temperature tends to absolute 0. So if we look at the two general theories that are based on this heat capacity, we can see that for the thermodynamical point of view, Cv tends to 0 for T tends to 0. So we can say else the statement S tends to 0 as T tends to 0, that is the third law of thermodynamics, will not hold. അതായത് T tends to 0 ആകുമ്പോൾ എൻട്രോപ്പി എങ്ങനെയാണ്, എൻട്രോപ്പി tends to 0 എന്നാണ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. അപ്പോൾ ഫോർ ദാറ്റ് വി ഹാവ് ടു സേ Cv should tend to 0 when temperature reaches absolute 0. Cv 0 ആകണം ടെമ്പറേച്ചർ അബ്സല്യൂട്ട് 0 ആകുന്ന സമയത്ത്. അതിനകത്ത് തന്നെ നമുക്ക് ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് അതിന് വിഭിന്നമായിട്ട് വേറൊരു രീതിയിലാണ് പറഞ്ഞത്, അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് Cv is equal to 3R, അതായത് 3 times യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് Cv യെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിൽ Cv പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ദാറ്റ് അതിനെ ഒരു രീതിയിലും ടെമ്പറേച്ചറുമായിട്ട് യാതൊരു ബന്ധവും ഇവിടെ കാണിക്കുന്നില്ല അല്ലേ. അത് ഒരു കോൺസ്റ്റൻറ്റ് സ്പെസിഫിക് ഹീറ്റ് ഫോർ ഓൾ ടെമ്പറേച്ചേഴ്സ്, എല്ലാ ടെമ്പറേച്ചേഴ്സിനും ഒരു കോൺസ്റ്റൻറ്റ് സ്പെസിഫിക് ഹീറ്റ് ആയിട്ട് 3R ഉണ്ടാകും എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്, at T tends to 0 Cv should tend to 0. ഒരിടത്ത് Cv 0 ആകുമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇവിടെ
ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ സി വി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയ 3R ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഒരു ഡുലോങ് പെറ്റിറ്റ് ലോ ആയിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് സി വി ഈക്വൽ ടു 3R എന്ന് പറയുന്നത് ഈസ് കോൾഡ് ആസ് ഡുലോങ് പെറ്റിറ്റ് ലോ. ആൻഡ് വി ആർ ഗോയിങ് ടുവേർഡ്സ് ടു ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ്. So in the classical thermodynamical point of view, heat capacity can be written as, according to the first law of thermodynamics, we can say dQ is equal to dE plus dW അല്ലേ. du plus dW ആണ്. അപ്പോൾ എനർജിയെ ഞാൻ E എന്ന് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ dE plus dW എന്ന് പറയാം. അപ്പോൾ dW is equal to PdV. So dQ can be written as du plus PdV. So Cv can be written as, രണ്ട് സ്ഥലത്ത് നമ്മൾ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എടുത്താൽ, അറ്റ് കോൺസ്റ്റന്റ് വോളിയം എടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാം? LHSൽ ഡോ ക്യൂ ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വി ആയിട്ട് വരും അല്ലേ. RHSൽ ഡോ ഇ ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വി ആയിട്ട് വരും. PdV എന്ന് പറയുന്ന ടൈം അറ്റ് കോൺസ്റ്റന്റ് വിയിൽ എന്തായി പോകും? അത് 0 ആയി പോകും. അപ്പോൾ അത് കാണത്തില്ല. അപ്പോൾ dQ ബൈ ടി അറ്റ് കോൺസ്റ്റന്റ് വി ഈസ് ഈക്വൽ ടു ഡോ ഇ ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വി എന്ന് നമുക്ക് പറയാം. ബട്ട് ഡോ ഇ ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വി ഈസ് കോൾഡ് Cv. സോ വി ക്യാൻ സേ ദാറ്റ് ഡോ ക്യൂ ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വി ഈസ് ഓൾസോ Cv. Now for a reversible process, we can say delta S എന്ന് പറഞ്ഞാൽ, അതായത് change in entropy is equal to S2 minus S1 is equal to integral 1 to 2, where 1 and 2 are the states, where 1 is the initial state and 2 is the final state. അപ്പോൾ with respect to in that limit we can say dQ by T എന്ന് പറയാം delta S ന് അല്ലെ. dQ by T എന്ന് പറയാം. change in heat by absolute temperature ആണ് delta S, അതായത് entropy എന്ന് പറയുന്നത്. at constant വോളിയത്തിൽ നമുക്ക് എങ്ങനെ പറയാം? S of T2, V is equal to S of T1, V plus this integral term T1 integral T1 to 2 to Cv dt by T എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ ഈ dQ by T നമുക്ക് എങ്ങനെ എഴുതാം? Cv into dt by T ആയിട്ട് എഴുതാം. അതെങ്ങനെ എഴുതുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. we can represent dQ by T as dou Q by dou T into dt by T. So from this we can represent dou Q by dou T as Cv. From the second statement we can say dou Q by dou T as Cv. So we can write it as Cv into dt by T, that is absolute temperature. So in the limit of ever lower temperatures of T1, Cv must vanish to comply with the third law of thermodynamics. When T, അതായത് ഈ ഇന്റഗ്രൽ ടേം ഹോൾഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? when T tends to 0, Cv should tends to 0 ആയിരിക്കണം, അല്ല Cv വാനിഷ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇന്റഗ്രൽ ടേം ഹോൾഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ഇന്റഗ്രൽ ടേം ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ എവർ ലോവർ ടെമ്പറേച്ചറിൻ്റെ ലിമിറ്റിൽ നമുക്ക് പറയാം തെർമോഡൈനാമിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ Cv should vanish as T tends to 0 എന്ന് നമുക്ക് പറയാം. So that is the classical thermodynamical point of view for the heat capacity. Now we will look on to the classical statistical mechanical point of view of the heat capacity, that is the Dulong-Petit law. So the classical Dulong-Petit law states that the heat capacity of a monoatomic solid, that is 3R, which is irrespective of temperature or atomic identity. So ടെമ്പറേച്ചറിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മെറ്റീരിയലായിട്ടോ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യുന്നില്ല. എല്ലാത്തിനും യൂണിഫോമായിട്ട് നമുക്ക് അങ്ങനെ പറയാം 3R എന്ന് പറയാം. R is the universal gas constant. അതിനെ നമുക്ക് അവഗാഡ്രോ നമ്പറിൻ്റെയും ബോൾട്സ്മാൻ കോൺസ്റ്റൻ്റെയും പ്രോഡക്റ്റ് ആയിട്ട് പറയാം. ദാറ്റ് ഇസ് Na into Kb ആയിട്ട് പറയാം Rനെ, വേറെ Na is the Avogadro's number. So there are Na atoms in a mole of a monoatomic solid. അപ്പോൾ ഒരു 1 mole of monoatomic solid എത്ര ആറ്റംസ് ഉണ്ടാവും? അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും. ഈച്ച് ആക്സ് ആസ് 3-dimensional ഓസിലേറ്റർ. അപ്പോൾ നമ്മൾ 3D കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഈ മോണോറ്റോമിക് സോളിൻ്റെ ഓരോ ആറ്റവും നമുക്ക് ഒരു 3-dimensional ഓസിലേറ്റർ ആയിട്ട് പറയാം. ദാറ്റ് ഓസിലേറ്റ്സ് ഇൻ എക്സ്, വൈ ആൻഡ് ഇസഡ് ഡയറക്ഷൻസ് ഇൻഡിപെൻഡൻ്റ്ലി, അല്ലെങ്കിൽ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഇസഡ് ഡയറക്ഷനിലും ഓസിലേറ്റ് ചെയ്യുന്ന 3-dimensional ഓസിലേറ്റർ ആയിട്ട് പറയാം. ആൻഡ് സോ ഇറ്റ് ക്യാൻ ബി ഓൾസോ കൺസിഡർഡ് ആസ് എ റിസർവോയർ ഓഫ് ഹീറ്റ്. അത് തന്നെ നമുക്കൊരു റിസർവോയർ ഓഫ് ഹീറ്റ് ആയിട്ടും പറയാം. സോ ഇറ്റ് ഹോൾഡ്സ് ദ ഹീറ്റ് എനർജി. സോ ഇറ്റ് ഈസ് ഹാവിംഗ് ദാറ്റ് ഹീറ്റ് കപ്പാസിറ്റി. So according to the equipartition principle, that says each oscillator is entitled to a kBt of thermal energy. That is the Boltzmann constant to temperature times അല്ലേ. അതിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും അതിൻ്റെ തെർമൽ എനർജി എന്ന് പറയുന്നത്. അതാണ് equipartition principle പറഞ്ഞത്. അപ്പോൾ ഈ ഓരോ ഓസിലേറ്ററിനും KT എന്ന് പറയുന്ന ഒരു തെർമൽ എനർജി ഉണ്ടാവും. അപ്പോൾ 3-dimensional ഓസിലേറ്ററിൻ്റെ കേസിൽ ഒരു 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അതായത് ഒരു സ്റ്റേറ്റിനാണ് kBt എന്ന് പറയുന്നത്. അപ്പോൾ മൂന്ന് 3-dimensional കേസ് ആകുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഓരോ ഡയറക്ഷനിലും ഓരോ സ്റ്റേറ്റിനും kBt വരും. അപ്പോൾ 3 kBt ആയിട്ട് നമുക്ക് പറയാം. That is for x, y and z case. Then we can represent the energy as 3 Na into kBt. അപ്പോൾ അതിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് എനർജി കിട്ടും. That is the internal energy. So C can be evaluated by taking the derivative with respect to dt, with respect to T. That is d by dt of E.
സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 3 NaKB വിച്ച് ഇസ് ഈക്വൽ ടു 3R എന്ന് നമുക്ക് കിട്ടും. സോ അങ്ങനെയാണ് നമുക്ക് ഡുലോങ് പെറ്റിറ്റ് ലോ പറഞ്ഞ ആ വാല്യൂ വന്നത്. അതായത് 3R എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടിയത് അങ്ങനെയാണ്. പിന്നെ നമുക്ക് 3R എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദ ബേസിക് ഡെഫിനിഷൻ. അപ്പോൾ അങ്ങനെ രണ്ട് പോയിന്റ് ഓഫ് വ്യൂ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്കൽ പോയിന്റ് ഓഫ് വ്യൂവും പറഞ്ഞു, അതുപോലെ തെർമോഡൈനാമിക്കൽ പോയിന്റ് ഓഫ് വ്യൂവും പറഞ്ഞു. ഇവിടെ പറയുന്നത് എന്താണ്? അപ്പോൾ മീൻ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 kBT ആയിരിക്കും ഓസിലേറ്ററിൻ്റെ, 3 ഡയമെൻഷണൽ ഓസിലേറ്ററിൻ്റെ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? d/dt ഓഫ് ഇന്റേണൽ എനർജി ആയിട്ട് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 3 Na/kB വിച്ച് ഈസ് ഈക്വൽ ടു 3R എന്ന് കിട്ടും. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഈസ് ഹാവിങ് എ വാല്യൂ 3R which is irrespective of any temperature of atomic identity. അപ്പോൾ അത് ടെമ്പറേച്ചറിനോ അല്ലെ അറ്റോമിക് ഐഡൻറ്റിറ്റിയായിട്ട് ബന്ധമൊന്നും ഇല്ലാത്ത ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ടാണ് നമുക്ക് കിട്ടുക. ദാറ്റ് ഈസ് വാട്ട് ഡുലോങ് പെറ്റിറ്റ് ലോ സേസ്. അപ്പോൾ ദർ ഇസ് ആൻ അനോമലി അല്ലേ? അപ്പോൾ ഹീറ്റ് തെർമോഡൈനാമിക്കൽ പോയിന്റ് ഓഫ് വ്യൂ അതുപോലെ ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ തമ്മിലൊരു അനോമലി അപ്പോൾ തന്നെ ഉണ്ട്. കാരണം ഒരിടത്ത് പറയുന്നുണ്ട് ടെമ്പറേച്ചർ ടെൻസ് ടു 0 ആകുമ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വിൽ ഓൾസോ ടെൻ ടു 0 എന്ന് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. വേറൊരു സ്ഥലത്ത് എന്താ പറയുന്നത്? ഇറ്റ് വിൽ ബി എ കോൺസ്റ്റന്റ് വാല്യൂ ദാറ്റ് ഈസ് 3R എന്ന് പറയുന്നുണ്ട്. സോ ദർ ഇസ് ആൻ അനോമലി. So how we can solve this anomaly? So classical physics is not having any valid reasoning for this, so we have to go to quantum hypothesis. So that is what it says. So classical thermodynamics does not tell us anything about the heat capacity of solids at finite temperature, but we know that it must vanish at zero temperature. That is at absolute zero it will vanish. Similarly, based on the classical statistical mechanics, even though the equipartition theorem allows us to make a quantitative prediction of the heat capacity, this prediction contradicts the vanishing heat capacity at 0 Kelvin. അപ്പോൾ എന്തുകൊണ്ടാണ് 0 Kelvinൽ ഹീറ്റ് കപ്പാസിറ്റി വാനിഷ് ചെയ്യുന്നതെന്ന് ആർക്ക് പറയാൻ പറ്റുന്നില്ല? ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന് പറയാൻ കഴിയുന്നില്ല. which was obtained from a more general principle. അല്ലെ, മോർ ജനറൽ പ്രിൻസിപ്പിൾ ആയ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നിന്നാണ് അത് വന്നത്. പക്ഷേ അത് എന്തുകൊണ്ടാണെന്ന് പറയാൻ പക്ഷേ ആർക്ക് പറ്റുന്നില്ല? ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പറ്റുന്നില്ല. Even though at sufficiently high temperatures the prediction should still be okay. High temperatures പ്രോബ്ലം വരുന്നില്ല, പക്ഷേ ലോ ടെമ്പറേച്ചറിലാണ് എന്ത് ചെയ്യുന്നത്? ഹീറ്റ് കപ്പാസിറ്റി വാനിഷ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് പറയാൻ ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അനോമലി എന്ന് പറയുന്നത്. സോ ദിസ് ദ എക്സ്പെരിമെൻറ്റ് ഓഫ് ഡുലോങ് പെറ്റിറ്റ്. So as we can see, when we compare the experimental value with the Dulong Pettit law, the graph will be like this. So that means the experimental point of view, graph slowly rises from the zero value of the heat capacity and then it goes to a maximum value and it will remain like that. അല്ലേ, അങ്ങനെ തന്നെ റിമെയിൻ ചെയ്യുന്നുണ്ട്. ബട്ട് ദ ഡുലോങ് പെറ്റിറ്റ് ലോ എങ്ങനെ ആയിരിക്കും? അതിൻ്റെ മേളിലൂടെ വരച്ചിരിക്കുന്ന ഈ ഓറഞ്ച് ഡാഷ്ഡ് ആ ലൈനാണ് ഡുലോങ് പെറ്റിറ്റ് ലോയുടെ വാല്യൂ. ദാറ്റ് ഈസ് ദ 3R. വൈആക്സിൽ നമുക്ക് 3R അത് മെഷർ ചെയ്തിട്ടുണ്ട്. ആ വാല്യൂ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഈ ലോ ടെമ്പറേച്ചർ ലിമിറ്റിൽ നമുക്ക് എന്ത് കാണാം? ദർ ഇസ് എ സ്ട്രോങ് അനോമലി. അല്ലെ, ഈ വാല്യൂ അല്ല എക്സ്പെരിമെൻ്റൽ വാല്യൂ എന്ന് പറയുന്നത്. അറ്റ് ലോ ടെമ്പറേച്ചേഴ്സ് ഇറ്റ് ഇസ് നോട്ട്. എക്സ്പെരിമെൻ്റൽ ഹീറ്റ് കപ്പാസിറ്റി ടെൻസ് ടു 0, T ടെൻസ് ടു 0. അപ്പോൾ T വളരെ കുറയുന്ന സമയത്ത് ടെൻഡിങ് ടു 0യിൽ നമുക്ക് 3R എന്ന് എക്സ്പെരിമെൻ്റൽ മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല. സോ ദർ ഇസ് എൻ അനോമലി. ഇപ്പോൾ ഡുലോങ് പെറ്റിറ്റ് ലോ പറഞ്ഞ രണ്ട് സയൻറ്റിസ്റ്റാണ്, പെരെ ഡുലോങ് ആൻഡ് അലക്സിസ് പെറ്റിറ്റ്. അത് 1819 ഈ ഒരു ഇത് പറഞ്ഞത്, ഡുലോങ് പെറ്റിറ്റ് ലോ പറഞ്ഞത്. So next is a comparison of the Dulong Pettit law to experiment. അപ്പോൾ അതിൻ്റെ മോളാർ സ്പെസിഫിക് ഹീറ്റ് ഓർ ജൂൾ പെർ കെൽവിൻ വാല്യൂസ് ഓഫ് 1 mole of substance ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ക്ലാസിക്കൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ, 24.9 അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ 25 എന്ന് നമുക്ക് എടുക്കാം. 25 ആയിരിക്കും അതിൻ്റെ കോൺസ്റ്റന്റ് വാല്യൂ. അത് എല്ലാ ടെമ്പറേച്ചറിലും 25 തന്നെ ആയിരിക്കും. ഇറ്റ് വിൽ ബി 3R ആണ്. ഇപ്പോൾ അത് കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. 25 ആയിട്ട് തന്നെ കിട്ടും, 24.9 ആയിട്ട് തന്നെ കിട്ടും. 77 കെൽവിൻ ടു 273 കെൽവിൻ. മറ്റ് മെറ്റീരിയൽസിൻ്റെ, അതായത് മറ്റ് മെറ്റൽസിൻ്റെ കോപ്പർ, അലൂമിനിയം, ഗോൾഡ്, ലെഡ് എന്ന് പറയുന്നതിന് ഓരോ വാല്യൂ ആയിട്ടാണ് കിട്ടുക. സ്പെസിഫിക് കപ്പാസിറ്റിയുടെ വാല്യൂ അല്ലെങ്കിൽ മോളാർ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പല വാല്യൂ ആയിരിക്കും കിട്ടുക. ഒരെണ്ണം at 77 12.5 എന്ന് കിട്ടി, അത് 273 കെൽവിനായിട്ട് കൂടിയപ്പോൾ എന്ത് കിട്ടി? 24.3 ആയിട്ട് കിട്ടി. അപ്പം കുറഞ്ഞ ടെമ്പറേച്ചറിൽ വാല്യൂ വളരെ വ്യത്യാസമുണ്ടല്ലേ. അലൂമിനിയത്തിന് 9.1 ആണ്, 23.8 കിട്ടി. ഫോർ ദ കേസ് ഓഫ് അയൺ ഓൾസോ വി ഗെറ്റ് 8.1, 273 Kelvin we get 24.8. For silicon we get 5.8, to 273 Kelvin we get 21.8. So there is a drastic difference in values. So it is clear that it is evident that specific capacity or the values of the specific capacity will reduce as the temperature goes to 0. അപ്പോൾ ഇവിടെ തന്നെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലേ. വളരെ കുറഞ്ഞ ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? വാല്യൂസ് ഭയങ്കര ഡ്രാസ്റ്റിക്കായിട്ട് ചില മെറ്റൽസിന് വളരെ ഡ്രാസ്റ്റിക്കായിട്ട് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ചിലതിനെ ഏറെക്കുറെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഫോർ ലെഡ് it is 26.7 and it is approximately 23.6, right? It is approximately near 26.7. അപ്പോൾ രണ്ട് വാല്യൂസും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഏറെക്കുറെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. വലിയ വേരിയേഷൻ ഇവിടെ കിട്ടുന്നില്ല. പക്ഷേ ചില
ചില കേസുകളിൽ ഇപ്പോൾ അലൂമിനിയത്തിൻ്റെ കേസിൽ, അതുപോലെ അയണിൻ്റെ കേസിൽ, അതുപോലെ സിലിക്കണിൻ്റെ കേസിലൊക്കെ വളരെ ശക്തമായ വേരിയേഷനാണ് വരിക. ഇവിടെ സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണുള്ളത്. ഇപ്പോൾ ഡയമണ്ട് തൊട്ട് ലെഡ് വരെയുള്ള പല മെറ്റീരിയൽസിൻ്റെ തന്നിട്ടുണ്ട്. ഡയമണ്ട്, ബെറിലിയം, സിലിക്കൺ, ജെർമേനിയം, കോപ്പർ, ലെഡ്, കാൽഷ്യം ഫ്ലൂറൈഡ്, അങ്ങനെ പല മെറ്റീരിയൽസിൻ്റെ തന്നിട്ടുണ്ട്. അതിൻ്റെ വേരിയേഷനാണ് കാണിച്ചിരിക്കുന്നത്. സ്പെസിഫിക് കപ്പാസിറ്റി ടെമ്പറേച്ചറിനനുസരിച്ച് എങ്ങനെയാണ് വേരി ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ലെഡിനൊക്കെ ഇതേപോലെ വളരെ നേരം ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്നതിന് ശേഷം പിന്നെ പെട്ടെന്ന് ഡ്രാസ്റ്റിക് ആയിട്ട് കുറയുക ചെയ്യുക കേട്ടോ. പക്ഷേ അതേസമയം ഡയമണ്ടിൻ്റെ കേസിൽ, കാർബണിൻ്റെ കേസിൽ അങ്ങനെയാണ്. ഇതിങ്ങനെ ഒരു ഗ്രാജുവൽ എക്സ്പോണൻഷ്യൽ ഡിക്രീസ് ആയിട്ട് ഇങ്ങനെ വന്നിട്ട് പിന്നെ അങ്ങ് വേറെ നേരം 0 ആയിരിക്കും. സ്പെസിഫിക് കപ്പാസിറ്റി 0 ആയിട്ടാണ് കിട്ടുക. അപ്പോൾ അങ്ങനെ വളരെ വ്യത്യാസമുണ്ട് കർവുകൾ തമ്മിൽ. അപ്പോൾ ആ വേരിയേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. സോ how quantum theory defines this heat capacity, this deviation in the experimental and classical methodologies, how quantum theory can rectify that. That is what we say next. So this deviation was explained and corrected by Einstein using Planck's hypothesis. അപ്പോൾ ഈ ഡീവിയേഷൻ ആരാണ് എങ്ങനെയാണ് കറക്റ്റ് ചെയ്തത്? ഐൻസ്റ്റീൻ ആണ് പറഞ്ഞത്, യൂസിങ് പ്ലാങ്ക്സ് ഹൈപ്പോസിസ്. For him, he says at low temperature the thermal energy, that is KT, ceases to be able to afford one quantum of oscillator's energy h nu. അപ്പോൾ വളരെ കുറഞ്ഞ ടെമ്പറേച്ചറുകളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ we cannot compare KT with the quantum oscillator's energy, that is h nu. That is KT is no longer comparable with h nu. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ 2 ബോക്സ് ആയിട്ട് തന്നിട്ടുണ്ട്. That is on the low temperature limit, that is h nu is very much greater than KBT. അതുപോലെ high temperature limit where h nu is very much less than KBT. അങ്ങനെ 2 റീജിയൻ ആയിട്ടാണ് അതിനെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ലോ ടെമ്പറേച്ചർ റീജിയനിൽ നിങ്ങൾക്ക് കാണാം h nu എന്ന് പറയുന്ന ബോക്സ് എന്താണ്, ഇറ്റ്സ് ബിഗ് കമ്പയർ വിത്ത് ദ ബോക്സ് ഓഫ് KBT അല്ലേ. അപ്പോൾ അത് അതിൻ്റെ അർത്ഥം എന്താണ്, ഇത് h nu we cannot put this energy into this. For that we have to, both energies should be comparable. 2 എനർജീസ് നമ്മൾ കമ്പയറബിൾ ആണെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ ആകുമ്പോൾ എന്താകുന്നുണ്ട്, ഏറെക്കുറെ കമ്പയറബിൾ ആകുന്നുണ്ടല്ലേ. അപ്പോൾ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ക്യാൻ അഫോർഡ് 1 ക്വാണ്ടം ഓഫ് ഓസിലേറ്റേഴ്സ് എനർജി. അല്ലെ അത് h nu എന്ന് പറയുന്ന 1 ക്വാണ്ടം ഓഫ് ഓസിലേറ്റർ എനർജി അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റേറ്റ് വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഈ അനോമലിക്ക് പരിഹാരം ആകുന്നുള്ളൂ എന്നാണ് ആര് പറഞ്ഞത്, ഐൻസ്റ്റീൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് ലോ ടെമ്പറേച്ചർ റീജിയനിൽ അങ്ങനെ ഒരു വേരിയേഷൻ ഹീറ്റ് കപ്പാസിറ്റിയിൽ വരുന്നത്. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം KBT വലുതായി വരുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ധാരാളം h nu അതിനകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. മൾട്ടിപ്പിൾസ് ഓഫ് h nu അതിനകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇവിടെ വരുമ്പോൾ വളരെ കൂടുതൽ. പക്ഷേ ഇവിടെയൊക്കെ വരുമ്പോൾ ഒരു 1 h nu പോലും ഇതിനകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരും. ദാറ്റ് ഈസ് എ ലോ ടെമ്പറേച്ചർ ലിമിറ്റ് എന്ന് പറയുന്നത്. So we can also define in terms of the vibration of the states. So vibration of states in the termsൽ നമുക്ക് പറയാം. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് സ്റ്റേറ്റിൽ എങ്ങനെയാണ്, വളരെ കുറഞ്ഞ എനർജി ലെവലുകളായിരിക്കും. വൈബ്രേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ തെർമൽ എനർജി എന്ന് പറഞ്ഞാൽ വളരെ കുറവ്. അപ്പോൾ 1 ഓസിലേറ്ററിൻ്റെ ഒരു ക്വാണ്ടം ഓഫ് ഓസിലേറ്റർ എനർജി കിട്ടിയിട്ട് മേളത്തെ എനർജി സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റില്ല. കാരണം അതിൻ്റെ എനർജി സെപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്, h nuവിനേക്കാളും വളരെ ചെറുതാണ്. അപ്പോൾ ഒരു ക്വാണ്ടം ഓസിലേറ്റർ, ഒരു 1 ക്വാണ്ടം ഓഫ് എനർജി കിട്ടിയതിന് ശേഷം അടുത്ത വൈബ്രേഷണൽ ക്വാണ്ടം സ്റ്റേറ്റിലേക്ക് പോകാൻ ഇതിന് കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെ അങ്ങനെ സംഭവിക്കുന്നത്. So at high temperatures the small spacing between the energy levels is irrelevant. അപ്പോൾ ഹയർ ടെമ്പറേച്ചേഴ്സിൽ ഈ വളരെ കുറഞ്ഞ സ്പേസിങ്, എനർജി ലെവൽസ് തമ്മിലുള്ള വളരെ കുറഞ്ഞ സ്പേസിങ് ഇറലവൻ്റ് ആണ്. പക്ഷേ ലോവർ ടെമ്പറേച്ചേഴ്സിലാണ് അത് റിലവൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ദ എനർജി ലെവൽ സെപ്പറേഷൻ ഈസ് മച്ച് ബിഗർ ദാൻ KBT. അപ്പോൾ എനർജി ലെവൽ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വളരെ KBTയേക്കാളും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത് eventually all the oscillators are said to be frozen in the ground state. അപ്പോൾ എന്ത് സംഭവിക്കും, എല്ലാ ഓസിലേറ്റേഴ്സും ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഫ്രോസൺ ഇൻ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ KBTയേക്കാളും വളരെ കൂടുതലായിരിക്കും എന്തെന്ന് പറഞ്ഞാൽ ഈ എനർജി ലെവൽ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. സോ വി ക്യാൻ സേ ഇവൻച്വലി ഓൾ ദ ഓസിലേറ്റേഴ്സ് ആർ ഫ്രോസൺ ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ദാറ്റ് ഈസ് ഇൻക്രീസിംഗ് ദ ടെമ്പറേച്ചർ T സ്ലൈറ്റ്ലി ഡസ് നോട്ട് ചേഞ്ച്. വളരെ കുറച്ചൊരു ടെമ്പറേച്ചർ കൊടുത്താലൊന്നും ഈ എനർജി ലെവൽ സെപ്പറേഷനെ അതിജീവിക്കാൻ മറികടന്ന് അടുത്ത വൈബ്രേഷൻ സ്റ്റേറ്റിലേക്ക് പോകാൻ കഴിയില്ല. ദാറ്റ് ഈസ് ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ദ എനർജി. അപ്പോൾ എനർജിയെ മൊത്തത്തിൽ അത് വേരി ചെയ്യിക്കുന്നില്ല. അപ്പോൾ KBT എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റാത്തത്, ഓസിലേറ്റേഴ്സിനെ അതിൻ്റെ അടുത്ത വൈബ്രേഷൻ സ്റ്റേറ്റിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ ഓസിലേറ്റേഴ്സ് ആർ സെറ്റ് ടു ബി ഫ്രോസൺ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പോൾ എല്ലാ ഓസിലേറ്റേഴ്സും ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഫ്രോസൺ ഇൻ ആയിരിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഫോർ ഡയമണ്ട് ദ വൈബ്രേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആർ ഫ്രോസൺ ഈവൻ അറ്റ് റൂം ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ ഡയമണ്ടിൻ്റെ കേസ് എടുത്താൽ വൈബ്രേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എങ്ങനെയായിരിക്കും, റൂം ടെമ്പറേച്ചറിൽ തന്നെ ഫ്രോസൺ ആയിരിക്കും എന്നുള്ള സ്റ്റേറ്റാണ്. അപ്പോൾ അത്രയും ടെമ്പറേച്ചർ കൊടുത്താൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, അടുത്ത വൈബ്രേഷൻ സ്റ്റേറ്റിലേക്ക് പോകാൻ കഴിയില്ല. ദാറ്റ് ഈസ് എ ടിപ്പിക്കൽ കേസ് ഓഫ് ഫോർ ഡയമണ്ട്.
അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഡയമണ്ടിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ 0 ആണല്ലേ. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഏറെ നേരം 0 ആയിട്ട് നിൽക്കും, പിന്നെ എന്ത് ചെയ്യത്തുള്ളൂ, വളരെ പതുക്കെ റൈസ് ചെയ്ത് തുടങ്ങത്തുള്ളൂ. ദാറ്റ് ഈസ് അറ്റ് പെർട്ടിക്കുലർ വാല്യൂ അല്ലേ, ഒരു പെർട്ടിക്കുലർ വാല്യൂ നിയർ 100 കെൽവിൻ എന്ന് പറയാം. അപ്പോൾ ആ ഒരു വാല്യൂ ഒക്കെ എത്തിയാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ ഹീറ്റ് കപ്പാസിറ്റിക്ക് ഒരു വാല്യൂ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റൂ. അപ്രീഷ്യബിൾ ആയിട്ടുള്ള ഒരു വേരിയേഷൻ നമുക്ക് ഉണ്ടാവണമെങ്കിൽ വളരെ ഹൈ ടെമ്പറേച്ചേഴ്സിലേക്ക് അത് വന്നാൽ മാത്രമേ പറ്റൂ. അപ്പോൾ ഇതുവരെ വളരെ കുറഞ്ഞ വാല്യൂസ് ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതിനെ നമുക്ക് ഫ്രോസൺ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു വാല്യൂയിലേക്കൊന്നും റേസ് ചെയ്യുന്നില്ലല്ലേ. ഇപ്പോൾ റൂം ടെമ്പറേച്ചറിൽ പോലും നമുക്ക് എന്തെന്ന് പറയാം, അത് ഫ്രോസൺ ആണെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് ഈസ് എ ഐൻസ്റ്റീൻ മോഡൽ ഓഫ് എ വൈബ്രേറ്റിംഗ് സോളിഡ്. In 1907, Einstein extended Planck's hypothesis to solids, where he proposed that the energy values of atoms are quantized and proposed the following simple model of a vibrating solid. So, according to this, we can say that each atom is independent. ഓരോ ആറ്റവും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. ഈച്ച് വൈബ്രേറ്റ്സ് ഇൻ 3 dimensions എന്ന് പറയാം. എല്ലാം മൂന്ന് ഡയമെൻഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ആറ്റവും ഇൻഡിപെൻഡൻ്റ് ആണ്. ആൻഡ് ഈച്ച് വൈബ്രേഷണൽ നോർമൽ മോഡ് ഹാസ് എനർജി En is equal to NH nu എന്ന് നമുക്ക് പറയാം. വേറെ n is equal to 0, 1, 2, 3. അപ്പോൾ അങ്ങനെ വൈബ്രേഷൻ നോർമൽ മോഡുകളായിട്ട് നമുക്ക് പറയാം. ഹാവിങ് ആൻ എനർജി NH nu ആയിട്ട് പറയാം. അപ്പോൾ അതാണ് ഐൻസ്റ്റീൻ മോഡൽ ഓഫ് എ വൈബ്രേറ്റിംഗ് സോളിഡ്. According to it, he says each atom is independent, each vibrates in 3 dimensions, and each is having vibrational normal mode as energy En is equal to NH nu. Einstein recognized that Planck's quantization of the molecular oscillators in the walls of the black body cavity was in fact a universal property of the molecular oscillators in all solids. അപ്പോൾ അതൊരു യൂണിവേഴ്സൽ പ്രോപ്പർട്ടിയാണ്, സോളിഡ്സിലുള്ള ഒരു യൂണിവേഴ്സൽ പ്രോപ്പർട്ടിയാണ് നമ്മൾ പ്ലാങ്ക്സ് ക്വാണ്ടൈസേഷൻ കണ്ടീഷനെ ഐൻസ്റ്റീൻ കണ്ടത്. അപ്പോൾ ബ്ലാക്ക് ബോഡി ക്യാവിറ്റിയിലാണ് ആദ്യം അത് പറഞ്ഞത്. അപ്പോൾ അത് ബ്ലാക്ക് ബോഡി ക്യാവിറ്റിയിൽ മാത്രമല്ല, സോളിഡ്സിലും അത് അങ്ങനെ തന്നെയാണ്. അതായത് മോളിക്കുലർ ഓസിലേറ്റേഴ്സ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്. Accordingly, the average energy of the oscillator was not 3 kBT of kinetic energy, but rather that derived in Planck's development of the emission spectrum of a black body. അപ്പോൾ അത് അതിൻ്റെ ആവറേജ് എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് 3 kBT, ബട്ട് ഇറ്റ്സ് ആവറേജ് എനർജി ആസ് റെക്കഗ്നൈസ്ഡ് ബൈ Planck's theory, that is equal to hf by e raised to hf by kt minus 1. അതാണ് ആവറേജ് എനർജി ആയിട്ട് പറഞ്ഞത്. അപ്പോൾ e is equal to 3na into ആവറേജ് എനർജി ആയിരിക്കും. ദാറ്റ് ഈസ് equal to 3na into hf by e raised to hf by kt minus 1 എന്ന് നമുക്ക് എടുക്കാം. So according to it, all atoms of a monoatomic solid vibrate with the same frequency nu. അല്ലെ, സെയിം ഫ്രീക്വൻസി ആയ ന്യൂ. ഇവിടെ എഫ് എന്ന് ഞാൻ എടുത്തിരിക്കുന്നതേ ഉള്ളൂ, അത് ന്യൂ തന്നെയാണ്. അപ്പോൾ സെയിം ഫ്രീക്വൻസി ന്യൂവിലായിരിക്കും എന്ത് ചെയ്യുന്നത്, all atoms of a monoatomic solid vibrate. That is according to Einstein. So the frequency depends on the mass of the atom and the restoring force. The frequency is dependent on the mass of the atom as well as the restoring force. Each atom is attached to a preferred position in space like by a spring. അപ്പോൾ ഈച്ച് ആറ്റത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിഫേർഡ് പൊസിഷനിൽ സ്പ്രിങ് പിടിക്കപ്പെട്ടതുപോലെ, സ്പ്രിങ് വെച്ചിരിക്കുന്നത് പോലെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓരോ ആറ്റത്തിനെയും. അപ്പോൾ എനർജി ഓഫ് ഈച്ച് ഇൻഡിപെൻഡൻറ്റ് സ്പ്രിങ് മോഷൻ ഈസ് ആൻ ഇൻറ്റിജർ മൾട്ടിപ്പിൾ ഓഫ് HF. അപ്പോൾ ഓരോ ഇൻഡിപെൻഡൻറ്റ് സ്പ്രിങ് മോഷനും എനർജി എന്ന് പറയുന്നത് ഇൻറ്റിജർ മൾട്ടിപ്പിൾ, ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് HF ആയിരിക്കും. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഈസ് വി ഗെറ്റ് NHF എന്ന് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇൻറ്റിജർ മൾട്ടിപ്പിൾ ഓഫ് HFലായിരിക്കും നമ്മൾ എനർജിയെ നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ക്വാണ്ടൈസ്ഡ് എന്ന് നമ്മൾ പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ക്ലാസിക്കൽ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ, ഐൻസ്റ്റീൻ യൂസസ് ദ മീൻ എനർജി ഓഫ് പ്ലാങ്ക്സ് ഓസിലേറ്റർ. ക്ലാസിക്കൽ ഇക്വിപാർട്ടീഷൻ പറഞ്ഞ 3 kBT എന്ന് പറയുന്ന വാല്യൂ അല്ല ഐൻസ്റ്റീൻ എടുത്തത്, പകരം എന്തെടുത്തു, ആവറേജ് എനർജി ഈസ് ഈക്വൽ ടു hf by e raised to hf by kt minus 1 എന്ന് പറയുന്ന പ്ലാങ്കിൻ്റെ ആ ഹൈപ്പോത്തസിസ് അനുസരിച്ചുള്ള ഓസിലേറ്റർ എനർജിയാണ്, മീൻ എനർജിയാണ് അദ്ദേഹം എടുത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. So the Einstein proposed his model for the heat capacity. According to it, the Cv can be represented as 3na into k into hf by kt the whole square into e raised to hf by kt by e raised to hf by kt minus 1 the whole square. So this equation is very important. This is the Einstein model equation for heat capacity. So അപ്പോൾ അത് എക്സ്പെരിമെൻ്റൽ വാല്യൂ ഈ മോഡൽ അനുസരിച്ചുള്ള വാല്യൂ നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നതാണിത്. So here we can see the circles are the experimental value and this blue line is the model fit for the experimental value. So according to the theory, we can say specific heat is about 25 joule per mole per Kelvin at high temperature. അല്ലെ, ഹൈ ടെമ്പറേച്ചറിൽ അത് 25 joule per mole per Kelvin ആയിട്ട് നമുക്ക് കിട്ടും. ഇവിടെ അത് കാലറീസിലാണ് തന്നിരിക്കുന്നതേ ഉള്ളൂ. അതായത് നമ്മൾ ജൂളിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്ക് 25 joule per mole per Kelvin കിട്ടും. അത് തന്നെയാണ് നമുക്ക് ആദ്യം അവിടെ കിട്ടിയത്. 24.9 നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ദാറ്റ് ഇസ് ദ സ്പെസിഫിക് ഹീറ്റ്
at high temperatures. At low temperatures എന്തായിട്ട് മാറും? The specific heat decreases exponentially. അപ്പോൾ exponential ആയിട്ട് decrease ചെയ്യും at low temperatures. That is Cv is approximately equal to exponential of minus h omega by kBt എന്ന് നമുക്ക് പറയാം. That is minus h nu by kBt ആയിട്ട് മാറും at low temperatures. So it matches the Dulong-Petit value of for high temperatures. High temperatures അതിന് നമ്മൾ Dulong-Petit പറഞ്ഞ ആ വാല്യൂ ആയിട്ട് നമുക്ക് മാച്ച് ചെയ്യുന്നുണ്ട്. Similarly, it gives zero capacity at zero temperature. അതായത് സീറോ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുന്നുണ്ട്? സീറോ ഹീറ്റ് കപ്പാസിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ രണ്ട് റീജിയനും എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഹൈ ടെമ്പറേച്ചർ റീജിയൻ ആസ് വെൽ ആസ് ദ low temperature region. Similarly, he defined a quantity called Einstein temperature, that is theta E or Te, which is equal to hf by k. That is the hf by k term. That is called as the Einstein temperature. So as t tends to 0 in equation, Cv tends to 0. ഈ ഇക്വേഷനിൽ ടി സീറോയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സി വിയും സീറോയിലേക്ക് ടെൻഡ് ചെയ്യും. അപ്പോൾ അതുപോലെ ടി ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ എന്ത് ചെയ്യും? സി വി വിൽ ടെൻ ടു 3r. സി വി വിൽ ടെൻ ടു 3r. അതുകൊണ്ടാണ് രണ്ട് റീജിയനും എന്ത് ചെയ്യുന്നത്? മാച്ച് ചെയ്ത് പോകുന്നത്. അപ്പോൾ എൻസി ടെമ്പറേച്ചറിൻ്റെ ടൈംസിൽ ഇക്വേഷൻ നമ്മൾ റീറൈറ്റ് ചെയ്ത് അങ്ങനെ എഴുതാം. സി വി ഈക്വൽ ടു 3r ഇൻറ്റു ടി ബൈ ടി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ്പോണൻഷ്യൽ ടി ബൈ ടി ദ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ്പോണൻഷ്യൽ ടി ബൈ ടി മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. that is in terms of the Einstein temperature. അപ്പോൾ ആ ഈക്വേഷൻ തന്നെ നമുക്ക് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഈക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഈസ് ഹൗ ദ Einstein temperature related analysis of this model. അപ്പോൾ the Einstein temperature's accessibility of the vibrational energy inside a molecule determines the heat capacity of that solid. അപ്പോൾ Einstein temperature the accessibility of the vibrational energy inside a molecule ആണ് എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദാറ്റ് സോളിഡ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ദസ് ദ ഗ്രേറ്റർ ദ ആക്സസിബിലിറ്റി ദ ഗ്രേറ്റർ ദ ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ എന്തുമാത്രം ആക്സസ് ചെയ്യാൻ പറ്റുമോ അത്ര അനുസരിച്ച് എന്ത് ചെയ്യും? ഹീറ്റ് കപ്പാസിറ്റിയും കൂടുതലായിരിക്കും. അങ്ങനെ നമുക്ക് Einstein ടെമ്പറേച്ചറിൻ്റെ ടൈംസിൽ പറയാം. സോ ദിസ് Einstein ടെമ്പറേച്ചർ വിൽ ആക്ട് ആസ് എ ട്യൂണിംഗ് വാല്യൂ അല്ലേ? ഒരു ട്യൂണിംഗ് വാല്യൂ ആയിട്ട് നമുക്ക് എന്തിനെ പറയാം? Einstein ടെമ്പറേച്ചറിനെ നമുക്ക് പറയാം. So the figure shows the effect of the Einstein temperature on an oscillator absorbing energy from a collision and transferring that energy into stored heat or heat capacity. അപ്പോൾ നമുക്ക് Einstein temperature ടൈംസിൽ നമുക്ക് പറയുകയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റിൽ നമുക്ക് ഇവിടെ ഓരോ സ്റ്റേറ്റിൽ എങ്ങനെയാണ് വേരി ചെയ്യുന്നത് നമുക്ക് നോക്കാം. So as the Einstein temperature increases, the greater the probability of an oscillator being excited to the next vibrational state. അപ്പോൾ Einstein temperature കൂടുന്നതനുസരിച്ച് അടുത്ത വൈബ്രേഷൻ സ്റ്റേറ്റിലേക്ക് ഓസിലേറ്റർ എക്സൈറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. ഇവിടെ ടി എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ വാല്യൂ 1.0 ആണ്. അപ്പോൾ എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അപ്പോൾ അത് പിന്നെ അടുത്ത വൈബ്രേഷൻ എനർജി സ്റ്റേറ്റിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് അങ്ങോട്ട് എക്സൈറ്റ് ചെയ്ത് പോകാനുള്ള പ്രോബിലിറ്റി വളരെ കുറവാണ്. സിമിലർലി ദ കേസ് വിത്ത് 4.0. ബട്ട് ഇവിടെ Einstein ടെമ്പറേച്ചർ 10 ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വളരെ അടുത്ത വൈബ്രേഷൻ എനർജി സ്റ്റേറ്റിലേക്ക് അതിനെ എക്സൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വേരിയേഷനാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഷോസ് ദ വേരിയേഷൻ ഓഫ് സി ബി ആൻഡ് ടി. അവിടെ ഈ എച്ച് ന്യൂ ബൈ കെ ബി എന്ന് പറയുന്നതാണ് നമ്മുടെ Einstein ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് മേലോട്ടുള്ള വാല്യൂ ദാറ്റ് ഈസ് ഇഫ് ടി ഈസ് ഗ്രേറ്റർ ദാൻ ടി ബൈ ടി എന്ന് പറയുന്നത് എച്ച് ന്യൂ ബൈ കെ ബി ആണ്. അത് ഗ്രേറ്റർ ദാൻ ടി ആവുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറയാം കെ ബി ടി ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എച്ച് ന്യൂ എന്ന് നമുക്ക് പറയാം. ദാറ്റ് മീൻസ് ദ വാല്യൂ ഹെഡ് ഓഫ് ദിസ് അല്ലെ, ഇതിന് മുന്നോട്ടുള്ള വാല്യൂകളാണ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത്. അതാണ് നമ്മുടെ ക്ലാസിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ. ക്ലാസിക്കൽ റീജിയനിൽ അത് രണ്ടും തമ്മിൽ നമുക്ക് മാച്ച് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് ദ Einstein മോഡൽ ഓഫ് ലോ ടെമ്പറേച്ചർ ഹീറ്റ് കപ്പാസിറ്റിയുടെ Einstein മോഡലിൻ്റെ ചില അനോമലികളാണ് ഇനി പറയുന്നത്. സോ ഇഫ് യു ടേക്ക് ദ ലോഗരിതം എടുക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ പറയാം ചെറിയൊരു വേരിയേഷൻ കാണിക്കുന്നുണ്ടല്ലോ. എക്സ്പെരിമെൻ്റൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഡാഷ്ഡ് കർവാണ്. ബട്ട് Einstein മോഡൽ എന്ന് പറഞ്ഞാൽ സോളിഡ് കർവാണ്. അപ്പോൾ ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ഇഫ് യു ടേക്ക് ദ ലോഗരിതം. ലീനിയർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വേരിയേഷൻ ഇല്ലെങ്കിൽ നമ്മൾ ലോഗരിതമിക്കായിട്ട് രണ്ട് കർവുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് വി ക്യാൻ സീ ദർ ഇസ് ആൻ അനോമലി. വൈ ഇറ്റ് ഹാപ്പൻസ് എന്നുള്ളതാണ്. In reality, the specific heats of solids do not approach zero quickly as suggested by the Einstein model when T tends to 0. അതായത് സ്പെസിഫിക് ഹീറ്റ് ഓഫ് സോളിഡ്സ് എന്ത് ചെയ്യത്തില്ല? സീറോയിലേക്ക് പെട്ടെന്ന് അങ്ങനെ Einstein പ്രപ്പോസ് ചെയ്തതുപോലെ വളരെ എക്സ്പോണൻഷ്യലായിട്ട് ഫോളോ ചെയ്യത്തില്ല. അതായത് സീറോയിലേക്ക് എക്സ്പോണൻഷ്യലായിട്ട് ഫോളോ ചെയ്യാതെ വളരെ സ്ലോ ആയിട്ടാണ് ഫോളോ ചെയ്യുന്നതെന്നാണ് എക്സ്പീരിയൻസ് കണ്ടത്. ദാറ്റ് ഇസ് എ ടി ക്യൂ ബിഹേവിയർ. ഇൻ എക്സ്പീരിയൻസ് വി സീ ദാറ്റ് സി വി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി ക്യൂ. അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൻ്റെ ക്യൂബിനാണ് എന്ത് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പ്രൊപ്പോർഷണൽ ആയിട്ട് ഉള്ളത്. ബട്ട് അക്കോർഡിംഗ് ടു Einstein മോഡൽ വി ഗെറ്റ് എക്സ്പോണൻഷ്യൽ ബിഹേവിയർ. Einstein മോഡൽ എന്താണ് പറഞ്ഞത്? എക്സ്പോണൻഷ്യൽ ബിഹേവിയർ ആണ് പറഞ്ഞത്. ദാറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് e raised to minus hf by kt ഇൻറ്റു ദിസ് തിങ് 3nak ഇൻറ്റു hf by kt ദ ഹോൾ സ്ക്വയർ. അതിനെ നമ്മൾ ഈ എക്സ്പോണൻഷ്യൽ അല്ലെ നെഗറ്റീവ് എക്സ്പോണൻഷ്യൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന വാല്യൂ ആണ് എന്ത് ചെയ്യുന്നത്? ലോ ടെമ്പറേച്ചറിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത്.
അക്കോർഡിംഗ് ടു ദ ഐൻസ്റ്റീൻ മോഡൽ. അപ്പോൾ ഇവിടെ ഒരു എക്സ്പോണൻഷ്യൽ ബിഹേവിയർ ആണുള്ളത്. അല്ല ഇപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കി അറിയാം, ദർ ഇസ് എനിവെയർ വി കനോട്ട് സി എ ടി ക്യൂബ് ബിഹേവിയർ. അല്ലെ, ഒരിടത്തും നമുക്ക് എന്ത് കാണാൻ പറ്റത്തില്ല, ഒരു ടി ക്യൂബ് ബിഹേവിയർ കാണാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് എന്തുണ്ടായത്, ലോഗരിതം എടുക്കുന്ന സമയത്ത് ഈ ഒരു അനോമലി നമുക്ക് കിട്ടുന്നത്. സോ നെക്സ്റ്റ് ഈസ് എ കമ്പാരിസൺ ഓഫ് ഹീറ്റ് കപ്പാസിറ്റീസ് ഓഫ് ഐൻസ്റ്റീൻ ആൻഡ് ഡെബൈ. ഡെബൈയുടെ കറക്ഷനും. അപ്പോൾ ഡെബൈ എന്ത് ചെയ്തു, ഐൻസ്റ്റീൻ്റെ മോഡലിനേക്കാൾ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് വേറൊരു മോഡൽ പ്രപ്പോസ് ചെയ്തു. അപ്പോൾ ആ മോഡലും ഐൻസ്റ്റീൻ്റെ മോഡലുമായിട്ടുള്ള വേരിയേഷൻ അത് ക്ലാസിക്കൽ തിയറി ആയിട്ട് എങ്ങനെ വേരി ചെയ്യുന്നു, എങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളതുമാണ് അടുത്ത സ്ലൈഡിൽ പറയുന്നത്. ആൻഡ് ഹൗ ഡെബൈ കുഡ് മോഡിഫൈ ഐൻസ്റ്റീൻസ് മോഡൽ ഇൻ എ മച്ച് ബെറ്റർ വേ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയുന്നത്. ദാറ്റ് ഈസ് ഐൻസ്റ്റീൻ അസ്യൂംഡ് ഓൺലി വൺ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. ഐൻസ്റ്റീൻ എന്താ ചെയ്തു, ഒരൊറ്റ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷനെ എടുത്തുള്ളൂ. ദാറ്റ് ഈസ് ഓൾ നോർമൽ മോഡ്സ് ആർ ഹാവിംഗ് ദ സെയിം ഫ്രീക്വൻസി. അക്കോർഡിംഗ് ടു ഐൻസ്റ്റീൻ he says all the oscillators that are having normal modes are vibrating with the same frequency, but actually അങ്ങനെയല്ല. In fact there are different modes, അല്ലെ, മൾട്ടിപ്പിൾ മോഡ്സ് അതിനകത്തുണ്ട്. അല്ല ഒരു സിംഗിൾ മോഡിൽ ഒരു സിംഗിൾ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന മോഡുകൾ മാത്രമല്ല ഉള്ളത്, ബട്ട് there are different modes where we can say there is a long wavelength mode and a short wavelength mode. That means the long wavelength അല്ലെ low frequency modes are much harder to freeze out. അപ്പോൾ long wavelength mode എന്ത് ചെയ്യില്ല, പെട്ടെന്ന് ഫ്രീസ് ഔട്ട് ചെയ്യില്ല. That means they are having some energy. നമ്മളിവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം, അതിൻ്റെ പ്രീവിയസ് കർവ് നമ്മൾ എടുക്കുന്ന ഈ സ്ലൈഡ് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ ന്യൂൻ്റെ വാല്യൂ ന്യൂ ആണല്ലോ തീരുമാനിക്കുന്നത്. അപ്പം ലോങ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഷോർട്ട് ഫ്രീക്വൻസി ആയിരിക്കും. അല്ലെങ്കിൽ ലോങ് വേവ് ലെങ്ത് റീജിയൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫ്രീക്വൻസിയാണ്. സോ ആസ് ഇറ്റ് സെയ്സ് ലോങ് വേവ് ലെങ്ത് ദാറ്റ് മീൻസ് ദ ലോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഷോർട്ട് ഫ്രീക്വൻസി ദേ ആർ മച്ച് ഹാർഡർ ടു ഫ്രീസ് ഔട്ട്. അല്ലെ, അത് ഫ്രീസ് ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്തുകൊണ്ടാണ്, നമുക്കിവിടെ അറിയാം ഇവിടെ വരുന്ന സമയത്ത് ന്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. അല്ലേ, ലോങ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യും, ന്യൂ കുറയും. ദാറ്റ് മീൻസ് ദിസ് ബോക്സ് ദാറ്റ് ഇസ് ദ എച്ച് ന്യൂ എന്ന് പറയുന്ന ബോക്സ് എന്തായിരിക്കും, ഇറ്റ് വിൽ ഗെറ്റ് സ്മോളർ. അല്ലേ, അതിന് ഇങ്ങനെ ഒരു ഒറ്റ കോൺസ്റ്റൻറ്റ് ഇവിടെ എല്ലാം കാണിച്ചിരിക്കുന്ന എല്ലാ ബോക്സുകളും അങ്ങനെയാണ്, ഒരു കോൺസ്റ്റൻറ്റ് സൈസാണ്. അങ്ങനെ ആയിരിക്കത്തില്ല. അപ്പോൾ ഇത് ഈ ബോക്സിൻ്റെ സൈസ് കുറയുകയും അതെന്ത് ചെയ്യാൻ പറ്റും, ഈ ബോക്സിനകത്ത് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് വരികയും ചെയ്യും. ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഹാപ്പൻസ്. അപ്പോൾ മൾട്ടിപ്പിൾ ഫ്രീക്വൻസികൾ എടുക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. അല്ല, എല്ലാം കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി ആയിട്ട് എടുത്താൽ മാത്രമേ ഒരു പെർട്ടിക്കുലർ ലെവൽ ത്രഷോൾഡ് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, കെ ബി ടിയും എച്ച് ടിയും തമ്മിൽ കമ്പയറബിൾ ആകത്തുള്ളൂ എന്നുള്ളത്. ദാറ്റ് മീൻസ് അങ്ങനെ കമ്പയറബിൾ ആയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഓൺലി ദെൻ ഇറ്റ് ക്യാൻ അഫോർഡ് വൺ ക്വാണ്ടം ഓഫ് എനർജി എച്ച് ന്യൂ എന്നുള്ളത്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തെന്ന് പറയാം, ഇപ്പോൾ ന്യൂ കുറച്ച് കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും, എനർജി കുറയും. അതായത് ഈ ബോക്സിൻ്റെ സൈസ് കുറയും, അത് കെ ബി ടി ആയിട്ട് നേരത്തെ തന്നെ കമ്പയറബിൾ ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ലോങ് വേവ് ലെങ്ത് മോഡുകളിൽ അത് അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഫ്രീസ് ഔട്ട് ആയി എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ഫ്രീസിങ് ഔട്ട്, ഫ്രോസൺ ഔട്ട് എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടാവും. സോ ഇഫ് യു ലുക്ക് അറ്റ് ദിസ്, that means there are different modes where the long wavelength or the low frequency modes are much harder to freeze out because the spacing between quantum energy levels h nu is smaller. Because spacing between the quantum energy levels h nu is smaller ആയിരിക്കും. Hence the molar heat capacity does not decrease with temperature as rapidly as suggested by Einstein's model. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് പറയാം, മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഡസ് നോട്ട് ഡിക്രീസ് വിത്ത് ടെമ്പറേച്ചർ ആസ് റാപ്പിഡ്ലി ആസ് സജസ്റ്റഡ് ബൈ ഐൻസ്റ്റീൻസ് മോഡൽ. അപ്പോൾ അതിനനുസരിച്ച് ഹീറ്റ് കപ്പാസിറ്റി എക്സ്പോണൻഷ്യലായി ഡിക്രീസ് ചെയ്യുമെന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്. പക്ഷേ അത്രയും എക്സ്പോണൻഷ്യലായിട്ടുള്ളൊരു ഡിക്രീസ് ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. This is because these long wavelength modes are able to make a significant contribution to the heat capacity even at very low temperatures. അപ്പോൾ ഈ ലോങ് വേവ്ലെങ്ത് മോഡുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഹീറ്റ് കപ്പാസിറ്റിക്ക് ഒരു സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ അപ്പോഴും കൊടുക്കാൻ പറ്റുന്നുണ്ട്, വളരെ കുറഞ്ഞ ടെമ്പറേച്ചേഴ്സിലും കൊടുക്കാൻ പറ്റുന്നുണ്ട്. അല്ലാതെ ഇറ്റ് ഡസ് നോട്ട്, we cannot say it suddenly falls to zero at low temperature region or low temperature limit. അപ്പോൾ ലോങ് വേവ്ലെങ്ത് മോഡുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇറ്റ് ക്യാൻ ഗിവ് എ സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ടു ദ ഹീറ്റ് കപ്പാസിറ്റി നമുക്ക് പറയാം. So Debye's recognition that there were several modes of vibration in a solid. So Debye എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്തത്, there are different types of, several modes of vibration in a solid. There are different types of modes that are oscillating with different frequency. He pictured the vibrations as standing waves modes in the crystal. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് അതിനെ പിക്ചർ ചെയ്തത്, വൈബ്രേഷൻസിനെ ക്രിസ്റ്റലിലെ സ്റ്റാൻഡിംഗ് വേവ് മോഡ്സ് ആയിട്ടാണ് കണ്ടത്. അതായത് സിമിലർ ടു ദ ഇലക്ട്രോമാഗ്നറ്റിക് മോഡ്സിൻ്റെ ബ്ലാക്ക് ബോഡി ക്യാവിറ്റി. അവിടുത്തെ ബ്ലാക്ക് ബോഡി ക്യാവിറ്റിയിലുള്ള ഒപ്റ്റിക്കൽ മോഡ്സ് പോലെ ഇവിടെ എന്തുണ്ട്, വൈബ്രേഷൻ്റെ മോഡുകളുണ്ട്. അല്ലേ, വൈബ്രേഷൻ്റെ സ്റ്റാൻഡിംഗ് വേവ് മോഡ്സ് ക്രിസ്റ്റലിൽ ഉണ്ടാവും എന്നാണ് ഡീബൈ കണ്ടത്. വി സക്സസ്ഫുള്ളി എക്സ്പ്ലെയിൻ ദ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. അല്ലെ, ബ്ലാക്ക് ബോഡി ക്യാവിറ്റിയിൽ നമ്മൾ ഈ ഒപ്റ്റിക്കൽ മോഡ്സ് വെച്ചാണ്, അല്ലേ, ഇലക്ട്രോമാഗ്നറ്റിക് മോഡ്സ് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അവിടുത്തെ സ്റ്റാൻഡിംഗ് വേവുകൾ വെച്ചിട്ടാണ് നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അതേ സെയിം പിക്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെയും കൊണ്ടുവരാൻ പറ്റും.
Here we say that the vibrations are standing wave modes in the crystal. And the collective vibrational modes can accept energy only in discrete amounts. അല്ലെ കളക്റ്റീവ് ആയിട്ടുള്ള വൈബ്രേഷണൽ മോഡ്സിന് എങ്ങനെ എനർജി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ? ഡിസ്ക്രീറ്റ് അമൗണ്ട്സ് ആയിട്ട് എനർജി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് ക്വാണ്ടം ഓഫ് എനർജി ഹാവ് ബീൻ ലേബിൾഡ് ആസ് ഫോനോൺസ്. അപ്പോൾ ഈ ക്വാണ്ടം ഓഫ് എനർജി എങ്ങനെ പറയാം? ഫോനോൺസ് ആയിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. മറ്റിടത്ത് നമ്മൾ എന്തായിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തത്? ബ്ലാക്ക് ബോഡി ക്യാവിറ്റിയിൽ നമ്മൾ ഫോട്ടോൺസ് ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തത്. സോ ഹിയർ വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് ഫോനോൺസ്. ദാറ്റ് ഈസ് ദ ക്വാണ്ടൈസ്ഡ് പാർട്ടിക്കിൾസ് ഓഫ് സൗണ്ട്. സൗണ്ടിൻ്റെ ക്വാണ്ടൈസ്ഡ് സൗണ്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോനോൺ എന്ന് പറയുക. അപ്പോൾ അങ്ങനെ വൈബ്രേഷണൽ മോഡ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നമുക്ക് സൗണ്ട് വേവുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ സൗണ്ട് വേവിൻ്റെ ക്വാണ്ടൈസ്ഡ് ഫോമിനെയാണ് നമ്മൾ വാട്ട് വി സേ ആസ് ഫോനോൺസ് എന്ന് പറയുന്നത്. So Debye improved the Einstein's model by assuming different frequencies of vibration for the 3N oscillators and distributing them as in black body radiation. Debye അതാണ് ചെയ്തത്. അദ്ദേഹം എന്ത് ചെയ്തു? He assumed different frequencies of vibration for the 3N oscillators. എന്നിട്ട് എന്ത് ചെയ്തു? He distributed them uniformly as in black body radiation. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ താഴെ കാണിച്ചിരിക്കുന്നത്. CB is equal to 12 into pi raised to 4/5 into NK into KT by h nu d the whole cube എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ നമുക്കറിയാം ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസിയായ ന്യൂ ഡി അദ്ദേഹം എടുത്തിട്ടുണ്ട്. ദറ്റ്സ് എ കട്ട് ഓഫ് ഫ്രീക്വൻസി. ആൻഡ് ഡി ബൈ ഡിറൈവ് ചെയ്ത് ഈ ലോയ്ക്കകത്ത് എന്തുണ്ട്? ടി ക്യൂബ് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. നമുക്കിവിടെ തന്നെ അറിയാം ന്യൂമറേറ്ററിൽ എന്തുണ്ട്? ടി ക്യൂബ് എന്ന് പറയുന്നൊരു ടേം ഉണ്ട്. സോ അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ലോ ടെമ്പറേച്ചർ ലിമിറ്റിൽ ആ വേരിയേഷൻ കറക്റ്റായിട്ട് അതിന് ഫോളോ ചെയ്യാൻ പറ്റും. സോ ദിസ് ഫോർമുല ഈസ് ഇമ്പോർട്ടൻറ്റ്. ദറ്റ് ഇസ് CB is equal to 12 pi raised to 4/5 into NK into KT by h nu d the whole cube എന്ന് പറയുന്ന ഫോർമുല ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് വീണ്ടും നിങ്ങൾ നോക്കി വെക്കുക. So that is the end of our current presentation. Thank you.